UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നായ KSRTC ബസ്സുകളിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര പ്രിയദർശിനി എന്ന പേരിൽ ജൂൺ 15 മുതൽ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടം ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക. PM ശ്രീ വിഷയം, സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് അടച്ചത്, സർവകലാശാലകളിലെ കാവ്യവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചു. കുറച്ചു നാളുകളിലായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വിഷയങ്ങളിലെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം തന്നെയാണ് സ്പോട്ട്ലൈറ്റും വിഷയമാക്കുന്നത്. VDSന്റെ വാഗ്ദാനങ്ങളിൽ ഇളക്കമുണ്ടോ? ഇന്ദിരാ ഗ്യാരണ്ടിയായി KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രം ഒതുക്കുകയാണ് UDF സർക്കാർ. പ്രിയദർശിനി എന്ന പേരിൽ ജൂൺ മാസം 15 മുതലാണ് പദ്ധതി നടപ്പിലാക്കുക. ഇത് സർക്കാരിന് പ്രതിമാസം 65 മുതൽ 70 കോടിയോളം രൂപയുടെ അധിക ബാധ്യതയുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ കുറവുണ്ടാകും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. വരുന്ന 6 മാസത്തിനുള്ളിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ KSRTC കണ്ടെത്തേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 6 മാസത്തിനു ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുമെന്നാണ് സർക്കാർ കരുതുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും വരുമാന പരിധി നോക്കാതെ തന്നെ ഈ ആനുകൂല്യം ലഭ്യമാവുകയും ചെയ്യും. ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. കേരളത്തിലുടനീളം KSRTCക്ക് 4609 ബസ്സുകളാണുള്ളത്. ശരാശരി 20 ലക്ഷം യാത്രക്കാരാണ് സർവീസുകളെ ആശ്രയിക്കുന്നത്. സംസ്ഥാനത്താകെ KSRTC ബസ്സുകളിൽ 3000-ഓളം ഓർഡിനറിയാണ്. ഇവയിൽ 300 സിറ്റി ഫാസ്റ്റുകളുണ്ട്. നിലവിൽ ഒരു ഓർഡിനറി ബസ്സിൽ ദിവസം 700 മുതൽ 1000 പേരാ യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, വയനാട് ഈ ജില്ലകളിലാകും ഗണ്യമായ രീതിയിൽ KSRTC സർവീസ് നടത്തുന്നത്. 7 ജില്ലകളിൽ ഇത് 25% താഴെയാണ്. UDFന് 16 സീറ്റ് നൽകിയ മലപ്പുറത്ത് യാത്രാ സൗജന്യത്തിന്റെ ആനുകൂല്യം കാര്യമായി ലഭിക്കില്ല. കാരണം ജില്ലയിലെ മൊത്തം ബസ് സർവീസിന്റെ 9.4% മാത്രമാണ് അവിടെ KSRTC ബസ് സർവീസ് നടത്തുന്നത്. എറണാകുളം ജില്ലയുടെ കാര്യവും ഇതുതന്നെയാണ്. UDFന് 14 സീറ്റ് നൽകിയ ജില്ലയിൽ മൊത്തം ബസ് സർവീസിന്റെ 24.7% KSRTCയുടെ സാന്നിധ്യം. മലബാറിൽ KSRTC സർവീസുകൾ കുറവാണ് എന്നത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഈ വിഷയം പ്രത്യേകം പഠിക്കും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അപ്പോൾ ഓരോ ജില്ലകളിൽ നിന്നുള്ള കണക്ക് ഇതിൽ പരിശോധിക്കും. അതിനുശേഷം അപാകതകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ അധികാരം ചോർത്തുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന PM ശ്രീ പദ്ധതി നടപ്പാക്കുമോ ഇല്ലയോ, ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇന്ന് VD സതീശൻ. പദ്ധതിയിൽ ഒരിക്കലും പങ്കുചേരില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്ന മുൻ സർക്കാർ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെ പോലും അറിയിക്കാതെ രഹസ്യമായി കരാറിൽ ഒപ്പിട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് അദ്ദേഹം ആരോപിച്ചു. വ്യക്തികളല്ല, മറിച്ച് ഗവൺമെന്റ് ഓഫ് കേരളയാണ് കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ഇപ്പോ ഇതിൽ നിയമപരമായ ബാധ്യതകൾ ഉണ്ട്. ഭരണതലത്തിൽ ആളുകൾ മാറിയെങ്കിലും സംസ്ഥാനം ഒപ്പിട്ട കരാർ എന്ന നിലയിൽ ഇതിന്റെ നിയമവശങ്ങൾ പഠിച്ചു വരികയാണ്. മന്ത്രിസഭയുടെ അനുമതി പോലും ഇല്ലാതെ ഇത്തരമൊരു സുപ്രധാന തീരുമാനം എടുത്തതിനെയാണ് തങ്ങൾ ചോദ്യം ചെയ്തത് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കുള്ള അധികാരവും വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശവും പരിമിതപ്പെടുത്തുമെന്ന ആശങ്കകളാണ് PM ശ്രീ പദ്ധതി ഉയർത്തുന്നത്. അതായത് ഈ പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്രത്തിന്റെ കയ്യിലാവും. ഇതോടെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണ നടപടികൾക്ക് കൂടുതൽ അവസരം ലഭിക്കുകയും ചെയ്യുമെന്ന ആശങ്കയാണ് ഉന്നയിക്കപ്പെടുന്നത്. സ്കൂളിന് മുന്നിൽ PM ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും ഒക്കെ വയ്ക്കേണ്ടി വരുമെന്നതും എതിർപ്പിന് കാരണമായിരുന്നു. പദ്ധതിയിൽ ഒപ്പുവച്ചെങ്കിലും CPIയുടെ എതിർപ്പ് ശക്തമായപ്പോൾ 2025 ഒക്ടോബർ മാസം അവസാനത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തുടർ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഇത് BJP CPIM ഡീൽ എന്ന് ആരോപിച്ച് രംഗത്ത് വന്നതാണ്. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി ചവറ്റുകൊട്ടയിൽ എറിയുമെന്ന് ലീഗ് നേതാവും ഇപ്പോൾ മന്ത്രിയുമായ KM ഷാജി വേങ്ങരയിലെ യോഗത്തിൽ ശക്തമായ വിമർശനവും അന്ന് ഉന്നയിച്ചിരുന്നു. വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിൽ UDFൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പാക്കി വരികയാണ് എന്നത് പദ്ധതിക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് സഹായകരവുമാണ്. അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗിൽ ആശയക്കുഴപ്പം രൂക്ഷവുമാണ്.
സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ഗേറ്റായ നോർത്ത് ഗേറ്റ് ബാരിക്കേഡ് ഉപയോഗിച്ച് പൂർണ്ണമായും അടച്ചു എന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്നിപ്പോ പ്രതികരിച്ചിട്ടുണ്ട്. സമരം വരുമ്പോൾ മാത്രമാണ് സമരഗേറ്റ് അടയ്ക്കുക, സമരം അല്ലാത്തപ്പോൾ അടച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്നാണ് ഇന്നിപ്പോ VD സതീശൻ പറഞ്ഞത്. നിരന്തരം രാഷ്ട്രീയ സമരങ്ങൾ നടക്കുന്നതിനാലും ജനങ്ങളുടെ പ്രധാന പ്രവേശന മാർഗമായതിനാലും സമര ഗേറ്റ് എന്നാണ് പൊതുവെ ഇതിനെ അറിയപ്പെടുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയ ഉടനെ തന്നെ തുറന്നുകൊടുത്ത ഗേറ്റാണ് വീണ്ടും അടച്ചത് എന്ന ആരോപണം ഉയർന്നിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയ ശേഷം മെയ് മാസം 19-നാണ് 10 വർഷമായിട്ട് അടഞ്ഞുകിടന്ന സമര ഗേറ്റ് തുറന്നത്. സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് വീണ്ടും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മുൻ സർക്കാരിന്റെ കാലത്തെ മാധ്യമ വിലക്ക് സർക്കുലർ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇക്കാര്യമൊക്കെ ഒന്ന് വിശദമായി പരിശോധിച്ചതിനു ശേഷം നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇന്ന് VD സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ ഒരാഴ്ച മുൻപ് തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോ സെക്രട്ടേറിയറ്റിലെ മറ്റ് ഓഫീസുകളിലേക്കും പൂർണ്ണമായും വ്യാപിപ്പിച്ചിരിക്കുന്നത്. MG സർവകലാശാല സെനറ്റ് നിയമനം സംബന്ധിച്ചും മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. സർവകലാശാലകളിലെ കാവ്യവൽക്കരണം അത് ഒരു പുതിയ കാര്യമല്ല. UDF വന്നതിനു ശേഷമല്ല ഗവർണർ നിയമനങ്ങൾ നടത്താൻ തുടങ്ങിയത്. UDF സർക്കാർ വരുന്നതിന് മുൻപ് തന്നെ നിയമന കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ IAS ഉദ്യോഗസ്ഥരുടെ നിയമനം നടത്തുന്നത് അവരുടെ രാഷ്ട്രീയം നോക്കിയല്ലെന്നും മുഖ്യമന്ത്രി ഇന്നിപ്പോ കൂട്ടിച്ചേർക്കുകയുണ്ടായി. KSRTCയുടെ സൗജന്യ വനിതാ യാത്ര സംബന്ധിച്ച നിർണായക തീരുമാനമാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ആനുകൂല്യം വ്യാപിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിലും KSRTCയെ തീരുമാനം എങ്ങനെയാണ് ബാധിക്കുക എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇത് കൂടാതെയാണ് ജില്ലകളിലെ ഓർഡിനറി സർവീസുകളുടെ കുറവ് ചർച്ചയാകുന്നത്. PM ശ്രീ പദ്ധതി പൊള്ളിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്. മുൻ സർക്കാർ ഒപ്പിട്ടു എന്നത് ന്യായീകരിക്കാമെങ്കിലും വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കേണ്ടി വന്നേക്കാവുന്ന കേന്ദ്ര നയപരിപാടികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് തലവേദന സൃഷ്ടിക്കുമെന്നതിലും സംശയമില്ല. സ്പോട്ട്ലൈറ്റ് സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം.